കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 53ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക പൗരോഹിത്യത്തെക്കുറിച്ചാണ്, പ്രീസ്റ്റ്ഹുഡ്. ഇതിനെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ദർശനങ്ങളിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുന്നതിൽ പുരോഹിതൻ്റെ പങ്കിനെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയെ ഏറെ സ്വാധീനിക്കുവാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വചനത്തിലേക്ക് നോക്കുക. ഹെബ്രായർക്കുള്ള ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. ഈ വാക്യം പുരോഹിതരുടെ അതുല്യമായ വിളിയെ എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടു. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഇത് പുരോഹിതർ ഉൾപ്പെടെ എല്ലാ വിശ്വാസികളെയും അന്തസ്സും ഉത്തരവാദിത്വവും ഊന്നിപ്പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ 5 തലങ്ങളിലേക്ക് വരച്ചു കാണിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഒക്കേഷൻ ടു സേർവ്, മറ്റുള്ളവരെ സേർവ് ചെയ്യാനും സഹായിക്കുവാനുള്ള വിളി. രണ്ടാമതായിട്ട് റോൾ ഓഫ് ദ പ്രീസ്റ്റ് ആസ് മീഡിയേറ്റർ, മധ്യസ്ഥർ എന്ന നിലയിൽ പുരോഹിതരുടെ റോള്. മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹോളിനെസ്, പരിശുദ്ധിയുടെ പ്രാധാന്യം. നാലാമതായിട്ട് ഇൻ്റർസെസറി പ്രെയർ, മധ്യസ്ഥ പ്രാർത്ഥന. അഞ്ചാമതായിട്ട് ലവ് ഫോർ യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. പ്രിയമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ കണ്ണോടിക്കാം. ഒന്നാമതായിട്ട് ഒക്കേഷൻ ടു സേർവ്, ദൈവത്തെയും അവൻ്റെ ജനത്തെയും സേവിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വിളിയായിട്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പൗരോഹിത്യത്തെ വീക്ഷിച്ചത്. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: പുരോഹിതൻ സമൂഹത്തിൻ്റെ ഹൃദയമായിരിക്കണം. നോക്കിക്കേ, അവൾ പൗരോഹിത്യത്തെ കാണുക. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഹൃദയമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും അദ്ദേഹത്തിന് സാധിക്കണം. അവളുടെ മറ്റൊരു കത്തിൽ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരെ സേവിക്കുക എന്നത് പൗരോഹിത്യത്തിൻ്റെ സത്തയാണ്. അപ്പോൾ ഈ ജീവിതം തന്നെ, ഈ വിളി തന്നെ സേവിക്കാൻ, ഇതാണ് ഇതിൻ്റെ അന്തസത്ത. രണ്ടാമത്തെ തലം എന്ന് പറയുക റോൾ ഓഫ് ദ പ്രീസ്റ്റ് ആസ് മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ എന്ന നിലയിലുള്ള പുരോഹിതൻ്റെ റോള്. കൂദാശകളും ആത്മീയ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ദൈവത്തിനും വിശ്വാസികൾക്കും ഇടയിലുള്ള അനിവാര്യമായ മധ്യസ്ഥരായി പുരോഹിതന്മാരെ വിശുദ്ധ കൊച്ചുത്രേസ്യ തിരിച്ചറിയുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: പുരോഹിതൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള പാലമാണ്. നോക്കിയ പുരോഹിതനെ പുണ്യവതി വർണ്ണിക്കുന്ന മേഖല, അദ്ദേഹം ഒരു പാലമാണ് ദൈവത്തിനും മനുഷ്യനും, അതായത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പാലം. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: കൂദാശകളിലൂടെ പുരോഹിതന്മാർ ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പരികർമ്മം ചെയ്യുന്ന കൂദാശകൾ, അതിലൂടെ അവർ നമുക്ക് ദൈവത്തെ പങ്കുവെച്ച് നൽകുക, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് അവർ ദൈവത്തെ കൊണ്ടുവരിക എന്നാണ് പുണ്യവതി പറയുക. മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹോളിനെസ്, വൈദികർ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവരുടെ ജീവിതം അവരുടെ ആചരണങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കണം. അവളുടെ ആത്മകഥയിൽ അവൾ കുറിക്കുന്നു: ഒരു പുരോഹിതനിലെ വിശുദ്ധി മറ്റുള്ളവരെ നയിക്കുന്ന വെളിച്ചമാണ്. അപ്പോൾ ഒരു പുരോഹിതൻ വിശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തിന്
ഒത്തിരി പേരെ നയിക്കുന്ന വെളിച്ചമായി തീരാൻ പറ്റും. അവർ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വിശുദ്ധിയിലൂടെ സാധിക്കുമെന്നാണ് പുണ്യവതി പറയുക. അവളുടെ ഒരു എഴുത്തിലിങ്ങനെ പറയുന്നു, ഒരു വിശുദ്ധ പുരോഹിതൻ സഭയ്ക്കൊരു നിധിയാണ്. അപ്പോൾ പുരോഹിതൻ ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ സഭ ഏറെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുക. നാലാമതായിട്ട് ഇൻ്റർസെസറി പ്രെയർ. പുരോഹിതന്മാർ അവരുടെ ഇടവക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനകളും യാഗങ്ങളും അർപ്പിക്കുന്ന തീക്ഷ്ണമായ മധ്യസ്ഥരായിരിക്കണമെന്ന് കൊച്ചുത്രേസ്യ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, പുരോഹിതന്മാർ തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അത് പുരോഹിതൻ്റെ ദൗത്യമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് പുണ്യവതി പറയുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കൊച്ചുത്രേസ്യ അവസാന കാലമൊക്കെ ആയി കഴിയുമ്പോൾ അന്നേരം പറയുന്ന ഒരു കാര്യമാണ്, പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവളുടെ ബോധ്യം നോക്കി, പുരോഹിതന്മാർ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെന്ന്. ഇനി അഞ്ചാമത്തെ തലം എന്ന് പറയുക ലവ് ഫോർ ദ യൂക്കറിസ്റ്റ്. കുർബാന വൈദിക ശുശ്രൂഷയുടെ ഹൃദയവും ആത്മീയ പോഷണത്തിൻ്റെ ഉറവിടവുമാണെന്ന് തിരിച്ചറിഞ്ഞ കൊച്ചുത്രേസ്യ കുർബാനയോട് അഗാധമായ ബഹുമാനം പുലർത്തി. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, കുർബാന വൈദികൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയമാണ്. ഇപ്പം പരിശുദ്ധ കുർബാനയെ അവൾ കാണുക പുരോഹിതൻ്റെ ഹൃദയമാണ്, തുടിക്കുന്ന ഹൃദയമാണ്. അവളവളുടെ സഹോദരി സെലിന എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, കുർബാനയിലൂടെ പുരോഹിതൻ ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്നു. ബലി അർപ്പിക്കുന്ന പുരോഹിതൻ ബലിയിലൂടെ ബലിവസ്തുവായ ക്രിസ്തുവുമായിട്ട് ലയിച്ചു ചേരുന്നു. അവൾ കുർബാനയെ ദർശിച്ച രീതി. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഇതെങ്ങനെയാണ് ആത്മീയ തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹിക തലങ്ങളെയും സ്പർശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. കൃപയും പ്രതിബദ്ധതയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരവും നിറഞ്ഞ ഒരു വിളിയായി പൗരോഹിത്യത്തെ ആഴത്തിൽ വിലമതിക്കാൻ കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മാനസിക തലം. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അവളുടെ പ്രതിഫലനങ്ങൾ പുരോഹിതന്മാർ വഹിക്കുന്ന വൈകാരികവും ആത്മീയവുമായ ഭാരങ്ങളെ ഉയർത്തിക്കാട്ടുന്നു. അവരുടെ പോരാട്ടങ്ങളോടുള്ള അനുകമ്പയും ധാരണയും ഇതേറെ വളർത്തുന്നു. മൂന്നാമതായിട്ട് സാമൂഹിക തലം. വൈദികരെ സുപ്രധാന സമൂഹ നേതാക്കളായി കാണുന്ന കൊച്ചുത്രേസ്യയുടെ വീക്ഷണത്തിന് പുരോഹിതന്മാരുള്ള ആദരവ് പ്രോത്സാഹിപ്പിക്കുവാനും സമൂഹത്തിലെ അവരുടെ റോളുകൾക്ക് കൂടുതൽ ആഴത്തിലുള്ള പിന്തുണ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്നതാണ്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ പൗരോഹിത്യ ദർശനങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ആത്മീയ നേതാക്കന്മാരെ അവരുടെ വിളിയിലും ശുശ്രൂഷയിലും എനിക്ക് എങ്ങനെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, വിശുദ്ധിയിലേക്കുള്ള ഒരു പാത എന്ന നിലയിൽ പൗരോഹിത്യത്തെക്കുറിച്ച് ആഴത്തുള്ള ധാരണ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ പുരോഹിതൻ്റെ പങ്ക് തിരിച്ചറിയുന്നത് ദൈവവുമായും സഭയുമായുമുള്ള എൻ്റെ ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നു? ഈ മൂന്ന് ചോദ്യങ്ങളും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. പൗരോഹിത്യത്തെ ഒരു ശക്തിയായി കാണുവാനായിട്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, വളർത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ നിമിഷം പുണ്യവതിയോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. പൗരോഹിത്യത്തെ വിലമതിക്കുവാനായിട്ട്, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, അവരുടെ ഉയർന്ന സ്ഥാനത്തെ മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ മൗനമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന്
നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായി ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. നിൻ്റെ പുരോഹിതന്മാരെ എത്ര നല്ല രീതിയിലാണ് അവൾ കണ്ടത്. എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് പുരോഹിതന്മാർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചിരുന്നത്. നല്ലവനായ കർത്താവേ, പൗരോഹിത്യത്തെ സ്നേഹിക്കുവാനായിട്ട്, പൗരോഹിത്യത്തെ വിലമതിക്കുവാനായിട്ട് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട പുണ്യവതി, വൈദികർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചവളെ, വൈദികരുടെ നന്മ ഏറെ ആഗ്രഹിച്ചവരെ, പൗരോഹിത്യത്തെ സ്നേഹിക്കുവാനായിട്ട്, പൗരോഹിത്യത്തെ വിലമതിക്കുവാനായിട്ട്, പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, നല്ല നല്ല ദൈവവിളികൾ രൂപപ്പെടുന്നതിന് വേണ്ടി സഹായിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നിൻ്റെ ഈശോയോട് നീ അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലീശോദൻ